വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശമോ പ്രബോധനമോ പ്രസംഗമോ ആണ് ഈ പ്രോഗ്രാമിലൂടെ പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാനൊരു സന്ദേശമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആഗോള രോഗീ ദിനത്തിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞ ഒരു സന്ദേശം. അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം ഇതാണ്: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ വചനം എടുത്തുകൊണ്ട് സൗഖ്യദായകമായ ബന്ധങ്ങളാൽ രോഗികളെ സുഖപ്പെടുത്തുന്നതിനെ പറ്റിയാണ് മാർപ്പാപ്പ പറയുന്നത്. നല്ല ബന്ധങ്ങൾ, സ്നേഹപൂർണമായ ബന്ധങ്ങൾ, അതാണ് രോഗികൾക്കും സൗഖ്യത്തിൻ്റെ പ്രാരംഭമായി അതിൽ സഹായിക്കുന്നതായി ഉണ്ടാകേണ്ടത് എന്ന് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18 നാം കാണുന്നത്: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ദൈവം ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചു, അവൻ ഒറ്റയാനായിരുന്നു. അവൻ്റെ അടുക്കലേക്ക് ഈ പ്രപഞ്ചത്തിലെ മറ്റു സൃഷ്ടികളെ മുഴുവനും കൊണ്ടുവന്നു. അവൻ അവയ്ക്കെല്ലാം പേരിട്ടു. അർത്ഥം, അതിൻ്റെ മേൽ അധികാരമുണ്ടായിരുന്നത് മനുഷ്യനായിരുന്നു. പക്ഷേ അവന് ചേർന്ന ഒരു തുണയെ, സഹായിയെ കണ്ടില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഒരു തുണയെ ഞാൻ നൽകും. അങ്ങനെയാണ് സ്ത്രീ പുരുഷന്മാർ സൃഷ്ടിക്കപ്പെട്ടത്, പുരുഷനും സ്ത്രീയും സൃഷ്ടിക്കപ്പെട്ടത് എന്ന കാര്യമാണ്. അവർ പരസ്പരം ബന്ധപ്പെടാനും സ്നേഹിക്കാനും ആദരിക്കാനും പരിപോഷിപ്പിക്കാനും സഹായിക്കാനുമുള്ള വ്യക്തികൾ എന്ന നിലയിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഈ കാര്യമാണ് മാർപ്പാപ്പ തൻ്റെ ആഗോള രോഗീ ദിനത്തിന് അടിസ്ഥാനപരമായി തിരഞ്ഞെടുത്ത വിഷയം. സ്നേഹമായിരിക്കുന്ന ദൈവം തന്നെ സ്നേഹമാണ്, ഒറ്റയാനല്ല, 3 ആളുകളുടെ കൂട്ടായ്മയാണ്. ആദിയിൽ തന്നെ നമ്മെ സഹവാസത്തിനായി സൃഷ്ടിച്ചു എന്ന് പരിശുദ്ധ പിതാവ് പറയുന്നു. മറ്റുള്ളവരുമായി ബന്ധത്തിലേർപ്പെടാനുള്ള സ്വാഭാവികമായ കഴിവോടുകൂടിയാണ് അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാദൃശ്യം പ്രതിഫലിപ്പിക്കുന്ന നമ്മുടെ ജീവിതങ്ങൾ, അതുകൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങൾ പരിശുദ്ധ ത്രിത്വത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അവിടെ 3 പേരുടെ ഒരു വലിയ കൂട്ടായ്മയുണ്ട്. അതുപോലെയാണ് നമ്മുടെ ജീവിതങ്ങൾ സാക്ഷാത്കരിക്കപ്പെടേണ്ടത് ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും നൽകിയും സ്വീകരിച്ചുമുള്ള സ്നേഹത്തിൻ്റെയും ശൃംഖലകൾ വഴിയാണ്. ഏറ്റവും അടിസ്ഥാനപരമായി മനുഷ്യൻ ചെയ്യേണ്ട കാര്യമാണിത്. ഏകരായിരിക്കാനല്ല, മറിച്ച് ഒരുമിച്ചായിരിക്കാനാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സഹവാസത്തിൻ്റേതായ ഈ പദ്ധതി വ്യക്തമായി മനുഷ്യഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നിട്ടുള്ള കാര്യമാണ്. അതിനാൽ തിരസ്കരണത്തിൻ്റെയും ഏകാന്തതയുടെയും അനുഭവം ഭയാനകവും ദുഃഖകരവും മനുഷ്യത്വരഹിതവുമായ ഒന്നായി നാം കണക്കാക്കുന്നുണ്ട്. അങ്ങനെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. ദൗർബല്യത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും അരക്ഷിതത്വത്തിൻ്റെയും വേളകളിൽ ഈ അനുഭവം നമ്മിൽ കൂടുതൽ ശക്തമാകുന്നു എന്ന് നമുക്കറിയാം. പറഞ്ഞു വന്ന അർത്ഥം ഇതാണ്: ഈ ഏകാന്തയായിരിക്കുന്ന, ഒറ്റയ്ക്കായിരിക്കുന്ന ആ ഒരവസ്ഥ വളരെ അപകടം പിടിച്ചതാണ്, മനുഷ്യത്വരഹിതമാണ്, മനുഷ്യന് ചേർന്നതല്ല എന്ന് പറയുകയാണ്. പ്രത്യേകിച്ച് നമുക്കിത് വ്യക്തമായി ബോധ്യമാകുന്നത് ദൗർബല്യങ്ങളുടെ നിമിഷങ്ങളിലാണ്, ഒരു നിശ്ചിതമില്ലാത്ത അവസ്ഥയിലാണ്, അരക്ഷിതാവസ്ഥയിലാണ് എന്നത് നമ്മൾ ഓർക്കണം. ഇത് പലപ്പോഴും സംഭവിക്കുന്നത്, ഇനി ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് മാരകമായ രോഗം ഒരാളെ കാർന്ന് തിന്നാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത്. ആ കാര്യം ആണ് മാർപ്പാപ്പ പറഞ്ഞ് വരുന്നത്. ഇത്തരുണത്തിൽ
COVID-19 മഹാമാരിയുടെ കാലത്ത് എന്താണ് സംഭവിച്ചത് എന്നത് നമുക്ക് ഓർക്കാം. ഭയാനകമായ ഏകാന്തത അനുഭവിച്ച ആളുകൾ ധാരാളമായിരുന്നു. പരിശുദ്ധ പിതാവ് അവരെ പ്രത്യേകം ഇവിടെ ഓർമ്മിക്കുകയാണ്. സന്ദർശകരെ സ്വീകരിക്കാൻ കഴിയാതെ പോയ രോഗികളുണ്ട്, അസംഖ്യം നേഴ്സുമാരുണ്ട്, ഒറ്റപ്പെട്ടു പോയ ഡോക്ടർമാരുണ്ട്, ജോലിയുടെ സാഹചര്യവും ഭാരവും മൂലം ഏകാന്ത വാർഡുകളിൽ കഴിയേണ്ടി വന്ന ഇതര സഹായ ഗണത്തിലെ ആളുകളുമുണ്ട്, വ്യക്തികളുണ്ട്. നമുക്കറിയാം, മനുഷ്യൻ വളരെയധികം അകറ്റപ്പെട്ടു പോയ ഒരു വലിയ സംഭവമായിരുന്നു അടുത്ത കാലത്ത് നടന്നത്. തങ്ങളുടെ മരണത്തിൻ്റെ മണിക്കൂറുകൾ ഏകാകികളായി അഭിമുഖീകരിക്കേണ്ടി വന്ന ആളുകളെ നമ്മൾ ഓർക്കണം. എത്ര പേരുണ്ട്, അവർക്ക് മറ്റുള്ളവരെ കാണാൻ സാധിച്ചില്ല, സന്ദർശിക്കാൻ പറ്റിയില്ല. ആരോഗ്യ പരിപാലകരാൽ അവർ ശുശ്രൂഷിക്കപ്പെട്ടു എന്നത് ശരിയാണ്. എങ്കിലും അവർ തങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അതുകൊണ്ട് അവരനുഭവിച്ച വേദന ഭയാനകമാണ്, ഭീകരമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. യുദ്ധവും അതിൻ്റെ ദുരന്തപൂർവകമായ അനന്തരഫലങ്ങളും മൂലം ഇന്ന് പിന്തുണയും സഹായവും ലഭ്യമാകാതെ ജീവിക്കുന്ന, ദുഃഖത്തിലും സഹനത്തിലും ഒറ്റപ്പെടലിലും ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. മാർപ്പാപ്പ അവരോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അവരെ പ്രത്യേകം ഓർക്കുന്നു, അവരിൽ പങ്കുചേരുന്നു. യുദ്ധത്തിനെതിരായി ഇത്രയും ശക്തമായി സ്വരമുയർത്തുന്ന മറ്റൊരു സ്വരം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സാമൂഹ്യ രോഗങ്ങളിൽ ഏറ്റവും ഭയാനകമാണ് യുദ്ധമെന്ന് മാർപ്പാപ്പ ഇവിടെ എഴുതുകയാണ്. അതിൻ്റെ അതിഭയങ്കരമായ ദുരന്തം അനുഭവിക്കുന്നവോ ഏറ്റവും ദുർബലരാണ്. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, പ്രായം ചെന്നവർ, അവരനുഭവിക്കുന്ന വേദന വളരെ വലുതാണ്. നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തത്ര ഭീകരമാണത്. അതേസമയം സമാധാനം അനുഭവിക്കുകയും, മറ്റൊരു കാര്യം മാർപ്പാപ്പ പറയുകയാണ്, കൂടുതൽ വിഭവ സാധ്യതകൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രങ്ങൾ, വികസിത രാഷ്ട്രങ്ങൾ, വാർദ്ധക്യവും രോഗവും പേറുന്നവർ, പലപ്പോഴും ഏകാന്തത അനുഭവിക്കുന്നവരും ചിലപ്പോഴെങ്കിലും തിരസ്കൃതരാകുന്നവരുമാണെന്നുള്ളതും ഞാൻ ഇവിടെ ഓർക്കുകയാണ്. വികസിത രാജ്യങ്ങളുണ്ട്, എല്ലാമുണ്ട് ഭൗതികമായി. പക്ഷേ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോലും വാർദ്ധക്യത്തിലെ രോഗം കാരണം ഏകാന്തത അനുഭവിക്കുന്നവരുണ്ട്, പലപ്പോഴും ഒഴിവാക്കപ്പെടുന്നവരുണ്ട്, അവഗണിക്കപ്പെടുന്നവരുണ്ട് എന്ന കാര്യം മാർപ്പാപ്പ ഓർമ്മിക്കുകയാണ്. അവരുടെയും വേദന ഇത് വ്യക്തികേന്ദ്രീകൃത സംസ്കാരത്തിൻ്റെ അനന്തരഫലമാണെന്നാണ് മാർപ്പാപ്പ എടുത്തു പറയുന്നത്. എ കൾച്ചർ ഓഫ് ഇൻഡിവിജ്വലിസം, അത് ഇന്ന് വളരെ പ്രബലമാണ്, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ. ഇത് അസ്വസ്ഥജനകമായ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പാപ്പ ഉറപ്പിച്ച് പറയുകയാണ്. ഇന്നത്തെ കാലത്ത് ഈ സംസ്കാരത്തിൻ്റെ, വ്യക്തികേന്ദ്രീകൃത സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതകൾ എന്താ? ഒന്ന്, എന്ത് വില കൊടുത്തും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, കാര്യശേഷി എന്ന സങ്കല്പം പുഷ്ടിപ്പെടുത്തുക. അതിന് പറയുന്നത് ദ മിത്ത് ഓഫ് എഫിഷ്യൻസി, കാര്യക്ഷമതയ്ക്കാണ് വിലയിരുത്തപ്പെടുന്നത്. കാര്യക്ഷമതയില്ലാത്തവരെല്ലാം അവഗണിക്കപ്പെടുകയാണ്. അതാണ് വ്യക്തികേന്ദ്രീകൃത തത്വം പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. ഈ പശ്ചാത്തലത്തിൽ വ്യക്തികൾ നിസ്സംഗത പുലർത്തുന്നവരും കഠിനഹൃദയരും അവശ്യം വേണ്ട കാൽവയ്പ്പുകൾ നടത്താൻ കഴിയാത്തവരുമായി ഭവിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെക്കുറിച്ച് നിസ്സംഗരായിത്തീരുന്നു, അത് അവൻ്റെ കാര്യം എന്ന് പറയുന്നു, ഇടപെടാതിരിക്കുന്നു. നമ്മൾ അതുവഴി കഠിനഹൃദയരാവുകയാണ്. നമ്മളൊന്നും ചെയ്യാൻ മുന്നോട്ട് വരാതെയും ആകുന്നു. അതൊരു വലിച്ചെറിയൽ സംസ്കാരത്തിന് വഴിതെളിക്കുന്നു. വീണ്ടും മാർപ്പാപ്പ പറയുകയാണ്, ഇന്ന് ലോകത്ത് പ്രബലമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ആവശ്യമില്ലാത്തതെല്ലാം വലിച്ചെറിയുക എന്ന് പറയുന്ന സംസ്കാരം.
ത്രോ എവേ കൾച്ചർ എന്ന് അതേപ്പറ്റി പറയും. അതൊരു വലിച്ചെറിയൽ സംസ്കാരത്തിന് വഴിതെളിക്കുന്നു. പ്രസ്തുത സംസ്കാരത്തിൽ വ്യക്തികൾ മേലിൽ ശുശ്രൂഷിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യേണ്ട പരമപ്രധാനമായ മൂല്യമുള്ളവരായി കണക്കാക്കപ്പെടുന്നില്ല എന്നതാണ് അവസ്ഥ. വ്യക്തികൾ ആദരിക്കേണ്ടവരാണ്, വ്യക്തികൾ സ്നേഹിക്കപ്പെടേണ്ടവരാണ്, വ്യക്തികൾ ശുശ്രൂഷിക്കപ്പെടേണ്ടവരാണ് എന്ന ആ ബോധ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. വ്യക്തികൾക്ക് അർഹമായ മൂല്യങ്ങളാണിത്. ഇതാണ് മനുഷ്യത്വത്തെ മൂല്യവത്താക്കുന്നത്, മനുഷ്യത്വത്തിന് അർത്ഥം നൽകുന്നത് എന്നത് വിസ്മരിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ തരത്തിലുള്ള ആളുകൾ ഉപയോഗമില്ലാത്ത വിധം ദരിദ്രരോ ഭിന്നശേഷിക്കാരോ ജനിച്ചിട്ടില്ലാത്തവരോ ഇനി ആവശ്യമില്ലാത്ത വിധം വൃദ്ധരോ, അവരുടെ കാര്യമൊക്കെ കഴിഞ്ഞു, അവരെ കൊണ്ട് കിട്ടാനുള്ളതെല്ലാം കിട്ടി, അങ്ങനെയുള്ളവരെ പോലെ ഉള്ളവരെയാണ് ഇങ്ങനെ അവഗണിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിനെപ്പറ്റി മാർപ്പാപ്പ എല്ലാവരും സഹോദരർ എന്ന തൻ്റെ ചാക്രിക ലേഖനത്തിൽ 18-ാം നമ്പറിൽ ഈ കാര്യം എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. മാർപ്പാപ്പ പറയുകയാണ്, ദുഃഖകരമെന്ന് പറയട്ടെ, ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് പല രാഷ്ട്രീയ തീരുമാനങ്ങളെയും നയിക്കുന്നത്. ഇന്ന് രാഷ്ട്രങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ഈ പറഞ്ഞ ഇന്നത്തെ കൾച്ചറിനെ പ്രതിഫലിപ്പിക്കുന്നതാണ്. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ മനുഷ്യ വ്യക്തിയുടെ മാഹാത്മ്യത്തെയോ അവൻ്റെയോ അവളുടെയോ ആവശ്യങ്ങളെയോ മാനിക്കുന്നതല്ല, ഉപയോഗമില്ലാത്തതിനെയൊക്കെ തള്ളിക്കളയുന്നു. ഓരോ വ്യക്തിക്കും ആരോഗ്യം സംരക്ഷിക്കുക, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായുള്ള സംവിധാനങ്ങൾ പ്രാപ്യമാവുക എന്നൊക്കെയുള്ളത് മൗലിക അവകാശമാണ്. അവർക്കത് ഉള്ളതാണ്. അത് ഉറപ്പുവരുത്തുന്ന രീതിയിൽ നയങ്ങളും വിഭവങ്ങളും രൂപപ്പെടുത്തുന്നതിന് നമുക്കറിയാം ഇന്നത്തെ ഈ കൾച്ചർ, നമ്മൾ പറഞ്ഞ ആ ഉപയോഗശൂന്യരായി കാണുന്ന ആ കൾച്ചർ, അവരെടുക്കുന്ന തീരുമാനങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അവരെ മാനിക്കുന്നില്ല. ഇതാണ് വലിയ അപകടം. മാർപ്പാപ്പ തൻ്റെ ഈ സന്ദേശത്തിൽ ലോകത്തോടെ പറയുകയാണ്. ആരോഗ്യ പരിരക്ഷണം ശുശ്രൂഷകളുടെ പട്ടികയിൽ കേവലം ഒന്നായി മാത്രം കണക്കാക്കപ്പെടുന്നത് ദുർബലരായവരുടെ തിരസ്കരണത്തിനും അവരെ ഒറ്റപ്പെടുത്തുന്നതിനും സഹായകമായി തീരുകയുള്ളൂ എന്ന് മാർപ്പാപ്പ ദുഃഖത്തോടെ പറയുകയാണ്. ആരോഗ്യ പരിചരണത്തോടൊപ്പം യഥാർത്ഥത്തിൽ ആവശ്യമായിട്ടുള്ളത് ഡോക്ടർമാരും രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും തമ്മിലുള്ള ഒരു വലിയ ഉടമ്പടിയാണ്, ചികിത്സാപരമായ ഉടമ്പടിയാണ് ആവശ്യം. തെറാപ്യൂട്ടിക് കവനൻ്റാണ് രൂപപ്പെടേണ്ടത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. എല്ലാവരും തമ്മിലുള്ള ഒരു കൂട്ടായ്മയിൽ, ഡോക്ടറും രോഗിയും തന്നെയല്ല, ആ വീട്ടുകാരോട് വേണം, ബന്ധുക്കളോട് വേണം, കുടുംബങ്ങളോട് വേണം. അത് തമ്മിലുള്ള ഒരു ബന്ധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. മാർപ്പാപ്പ വേദപുസ്തകത്തിൻ്റെ ആ സന്ദേശം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതൊന്നുകൂടെ കേൾക്കാമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ദൈവം പറഞ്ഞതാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം പറഞ്ഞതാണിത്. അങ്ങനെ ദൈവം മനുഷ്യരാശിയെക്കുറിച്ചുള്ള പദ്ധതിയുടെ ആഴത്തിലുള്ള അർത്ഥം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതോടൊപ്പം പാപത്തിൻ്റെ മാരകമായ മുറിവ് സൃഷ്ടിക്കുന്ന സന്ദേഹങ്ങളും വിള്ളലുകളും വിഭജനങ്ങളും തൽഫലമായി ഉണ്ടാകുന്ന ഒറ്റപ്പെടുത്തലും അവിടുന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുകയാണ്. പാപത്തിൻ്റെ ഫലമാണ് ഇതെല്ലാം ഉണ്ടായത്. മുറിവ്, മാരകമായ മുറിവ് മനുഷ്യബന്ധത്തിലുണ്ടാക്കിയത്. സന്ദേഹങ്ങൾ വന്നത്, സംശയങ്ങൾ വന്നു, വിള്ളലുകളുണ്ടായി, മനുഷ്യബന്ധത്തിൽ വിഭജനങ്ങളുണ്ടായി, അതിൻ്റെ ഫലമായി ഒറ്റപ്പെടുത്തലും ഉണ്ടായി. ഇത് നമ്മൾ ഓർക്കണം. പാപം വ്യക്തികളെ ആക്രമിക്കുന്നു, പാപ്പ പറയുന്നു. അതോടൊപ്പം അവരുടെ എല്ലാ ബന്ധങ്ങളെയും, ദൈവത്തോടും തങ്ങളോട് തന്നെയും ഇതര മനുഷ്യരോടും സൃഷ്ടവസ്തുക്കളോടും കൂടെ പോലുമുള്ള ബന്ധങ്ങളെയുമാണ് തകർക്കുന്നത്, ആക്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒറ്റപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ നിന്ന് പോലും നമ്മെ വ്യതിചലിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ആയിരിക്കുമ്പോൾ
അതിൻ്റെ ടോട്ടൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ കാണണം. അത് സ്നേഹത്തിൻ്റെ സന്തോഷം ഇല്ലാതാക്കുന്നു. നമ്മൾ പൂർണ്ണമായ ഒരു വീക്ഷണം മനുഷ്യനെക്കുറിച്ച് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ, മാത്രമല്ല ജീവിതത്തിൻ്റെ നിർണായകമായ അവസരങ്ങളിൽ നമ്മെ അലോസരപ്പെടുത്തുന്ന വിധം നാം ഒറ്റയ്ക്കാണ് എന്ന ഒരനുഭവം നമ്മളിൽ ഉളവാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശരിയായൊരു വീക്ഷണത്തിൻ്റെ, ബൈബിൾ വീക്ഷണത്തിൻ്റെ, ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കുന്നില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യമാണിത്. അതുകൊണ്ട് നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാപ്പ പറയുകയാണ്, ഏതൊരു രോഗത്തിനും ആവശ്യമായുള്ള ശുശ്രൂഷയുടെ ആദ്യ രൂപം കരുണാർദ്രവും സ്നേഹപൂർവകവുമായ സാമീപ്യമാണ്. അതാണ് ഏറ്റവും ആവശ്യം, മനുഷ്യർ തമ്മിലുള്ള സാമീപ്യം. അതിനാൽ രോഗീ പരിചരണം എന്നത് എല്ലാറ്റിനുമുപരി അവരുടെ ബന്ധങ്ങളെ പരിചരിക്കുന്നതാണ്. ഇതാണ് മാർപ്പാപ്പ പറയുന്നത്. എന്ത് മനോഹരമാണ്. എല്ലാ തരത്തിലുമുള്ള ബന്ധങ്ങൾ, മുമ്പേ പറഞ്ഞു, ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്, ദൈവത്തോട് ബന്ധം, മറ്റുള്ളവരോടും, കുടുംബാംഗങ്ങൾ, സ്നേഹിതർ, ആരോഗ്യ ശുശ്രൂഷകർ, സൃഷ്ടവസ്തുക്കളോടും തങ്ങളോട് തന്നെയും എല്ലാം നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയുക എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇത് ചെയ്യാനാവുമോ എന്നാണ് ഒരു ചോദ്യം നമുക്ക് ചോദിക്കാവുന്നത്. മാർപ്പാപ്പ പറയുന്നു, തീർച്ചയായും ഇത് ചെയ്യാനാകും. ഇത് നടപ്പാക്കുന്നുവെന്ന് ഉറപ്പ് വരുത്താൻ നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. മാർപ്പാപ്പ പറയാണ്, എല്ലാവരുടെയും ചുമതലയാണിത്. നല്ല സമറിയാക്കാരൻ്റെ ചിത്രത്തിലേക്ക് നമുക്ക് നോക്കാമെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിലാണല്ലോ ആ പ്രസിദ്ധമായ ഉപമ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഇറങ്ങിച്ചെല്ലാനും മറ്റൊരു വ്യക്തിയുടെ സമീപത്ത് എത്താനും വേദന അനുഭവിക്കുന്ന ഒരു സഹോദരന് ആർദ്രമായ സ്നേഹം പകരാനും അവൻ്റെ മുറിവുകൾ വച്ച് കെട്ടാനും അയാൾ കാണിക്കുന്ന താല്പര്യം നമുക്ക് മാതൃകയാണ്. ഇതാണ് പ്രധാനം എന്ന് ഈ ഉപമ പഠിപ്പിക്കുകയാണ്. ഈശോ പഠിപ്പിച്ചതാണത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഈ കേന്ദ്ര സത്യം നമുക്ക് മറക്കാനാവില്ല. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത് ആരോ നമ്മളെ സ്വാഗതം ചെയ്തത് കൊണ്ടാണ്. നമ്മുടെ മാതാപിതാക്കന്മാർ, ദൈവം, ആത്യന്തികമായ ദൈവം. സ്നേഹത്തിനായാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. ഇതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ കാതൽ. സംസർഗത്തിനും സാഹോദര്യത്തിനുമാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് അടിസ്ഥാനപരമായ സത്യം. മനുഷ്യ പ്രകൃതി അതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഈ അംശമാണ് നമ്മെ നിലനിർത്തുന്നത്, നമ്മുടെ ജീവിതത്തിന് അർത്ഥം തരുന്നത്. ഏറെ പ്രത്യേകിച്ച് രോഗത്തിൻ്റെയും ദൗർബല്യത്തിൻ്റെയും വേളകളിൽ അവിടെയാണ് ഇത് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഇത് തന്നെയാണ് നാം ജീവിക്കുന്ന സമൂഹത്തിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്താൻ നാം ഉപയോഗിക്കേണ്ട ആദ്യ ചികിത്സാ രീതി എന്ന് പോലും മാർപ്പാപ്പ പറയുകയാണ്. സമൂഹത്തിൻ്റെ രോഗമുണ്ട്, വ്യക്തികളുടെ രോഗമുണ്ട്, സാമൂഹികമായ രോഗമുണ്ട്. അവിടെയും നാം സ്വീകരിക്കേണ്ട നിലപാട് ഇത് തന്നെയാണ്. ദ ഫസ്റ്റ് തെറാപ്പി ഇതാണ് ആവശ്യം. താൽക്കാലികമായോ നിരന്തരമായോ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന സഹോദരരോട് മാർപ്പാപ്പ പറയുകയാണ്. എന്താണ് അവരോട് പറയുന്നത്? സാമീപ്യത്തിനും ആർദ്രതയ്ക്കുമായുള്ള നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ലജ്ജിക്കേണ്ടതില്ല. കാരണം ഇത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ്. ആ ആഗ്രഹം മറച്ചു പിടിക്കേണ്ടതില്ല. മാർപ്പാപ്പ പറയുകയാണ്, ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, സബലീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നതിൽ അയ്യോ പ്രയാസമുണ്ടല്ലോ എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ മറ്റുള്ളവരുടെ മേൽ ഒരു ഭാരമാണെന്ന് കരുതേണ്ടതില്ല. മാർപ്പാപ്പ പറയുകയാണ്. രോഗിയായ ആളിൻ്റെ അവസ്ഥ, അപ്പോൾ ഇതാണ് പറയുന്നത്, രോഗിയായ ആളിൻ്റെ അവസ്ഥ നമ്മെ തന്നെ വീണ്ടും കണ്ടെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനായി നാം എന്തു ചെയ്യണമെന്ന് നമ്മളോടും പറയുകയാണ് മാർപ്പാപ്പ. നമ്മുടെ ജീവിതത്തിൻ്റെ അമിത വേഗത്തിലുള്ള പാച്ചിൽ അല്പം കുറയ്ക്കാനുള്ള അവസരമാണിത്. ഈ രോഗികൾ നമുക്ക് തരുന്ന പാഠം അതാണ്. നമ്മളൊന്ന് നിൽക്കണം. നിൽക്കാൻ ഇന്ന് മനുഷ്യന് സാധിക്കുന്നു, അവന് സമയമില്ല. ഐതിഹാസികമായ പരിവർത്തനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇവിടെ
ഈശോയുടെ ആർദ്രഭാവം സ്വന്തമാക്കാനായി ക്രിസ്ത്യാനികളായ നാം എല്ലാവരും സവിശേഷമായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു, വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇത് മറക്കരുത്. ഇതാണ് ഈ രോഗി ദിനത്തിന് മാർപ്പാപ്പ നൽകിയ സന്ദേശം. രോഗത്തിൽ മാത്രമല്ല, എല്ലാവർക്കും വേണ്ടതാണ്. സവിശേഷമായി പ്രത്യേകം രോഗികൾക്ക് ലഭിക്കേണ്ടതാണിത് എന്ന് പറയുകയാണ്. സഹിക്കുകയും ഏകാന്തത അനുഭവിക്കുകയും ചിലപ്പോഴെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെടുകയും പുറന്തള്ളപ്പെടുകയും ചെയ്യപ്പെടുന്ന സഹോദരരെ നമുക്ക് ശുശ്രൂഷിക്കാം. അവർക്ക് ശുശ്രൂഷ ലഭ്യമാകണം. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അതിരുകളിലേക്ക് മാറ്റപ്പെട്ടവർ, പുറന്തള്ളപ്പെട്ടവർ, അവരെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഏറ്റവും കൂടുതലായി നമുക്ക് സഹായിക്കാവുന്ന ഒരു കാര്യം പ്രാർത്ഥനയാണ്. വിശുദ്ധ കുർബാന അതിൽ പ്രധാനമാണ്. കർത്താവായ ഈശോ നമ്മുടെ മേൽ ചൊരിയുന്ന പരസ്പര സ്നേഹ ചൈതന്യം കൊണ്ട് നമുക്ക് ഏകാന്തതയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും മുറിവുകൾ ഉണക്കാം. അങ്ങനെയാണ് കുർബാനയിൽ നിന്ന് കിട്ടുന്ന ആ ശക്തി നമുക്ക് ഉപയോഗപ്പെടുത്താം. ഈ രീതിയിൽ സ്വാർത്ഥത്തിൻ്റെയും നിസ്സംഗതയുടെയും പ്രയോജനരഹിതമെന്ന കാഴ്ചപ്പാടിൻ്റെയും സംസ്കാരത്തെ പ്രതിരോധിക്കുന്നതിൽ നമുക്ക് പങ്കുകാരാകാം. ഇന്നത്തെ സംസ്കാരത്തിൻ്റെ 3 പ്രത്യേകതകൾ ആരംഭത്തിൽ പറഞ്ഞത് ഒന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തൊക്കെയാണത്? സ്വാർത്ഥമാണ് നിലനിൽക്കുന്നത്, നിസ്സംഗതയാണ്, ഇൻഡിഫറൻറ്റിസം, വെരി ഡേഞ്ചറസ്. അത് പ്രയോജനരഹിതമെന്ന കാഴ്ചപ്പാട്, ആവശ്യമില്ലാത്തതെല്ലാം, ഉൽപ്പാദിപ്പിക്കാത്തതെല്ലാം, സൗന്ദര്യമില്ലാത്തതെല്ലാം ഉപേക്ഷിക്കണമെന്ന നിലപാടെടുക്കുന്ന അവസ്ഥ. അപ്പം നമുക്ക് അങ്ങനെ ഒരു പുതിയ സംസ്കൃതി ഉണ്ടാക്കാനാണ് മാർപ്പാപ്പ ആവശ്യപ്പെടുന്നത്. ആർദ്രതയുടെ, അനുകമ്പയുടെ ഒരു പുതിയ സംസ്കാരം. രോഗികളും ദുർബലരും ദരിദ്രരും സഭയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ് എന്ന് പാപ്പ പറയുന്നു. അവർ നമ്മുടെ മാനുഷിക പരിഗണനയുടെയും അജപാലനപരമായ ശ്രദ്ധയുടെയും ഹൃദയഭാഗം അലങ്കരിക്കുന്നവരാകണം. ഇക്കാര്യം നാം വിസ്മരിക്കാതിരിക്കട്ടെ. ആ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. രോഗി ദിനം നമുക്കറിയാം, ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിനമാണ് ആഗോള രോഗി ദിനമായി സഭ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാതാവാണ് ഏറ്റവും വലിയ സൗഖ്യം നമുക്ക് നൽകുന്നത്. ഈശോയോടെ മാതാവ് പ്രാർത്ഥിക്കട്ടെ. പ്രത്യേകിച്ച് വൃദ്ധരായ തീരാരോഗികളായിരിക്കുന്നവരെ ശ്രദ്ധിക്കാൻ മാർപ്പാപ്പയുടെ വാക്കുകൾ നമ്മെ ക്ഷണിക്കുന്നു. നമുക്ക് അതിന് പോസിറ്റീവായി, ഭാവാത്മകമായി പ്രത്യുദ്ധരിക്കാം. മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ നമുക്ക് ഇടയാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.